ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഇറാനി പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് നല്ലത്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടില്ലേ, വെള്ള ഭാഗം, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ക്യാബേജ് കട്ട് ചെയ്തിട്ട് കൊടുക്കലാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് നീളത്തിലാണ് കട്ട് ചെയ്തതിന്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാരറ്റും കൂടി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. ലോ ഫ്ലെയിമിലാക്കിയാൽ ക്യാബേജ് എല്ലാം വാടിയ പോലെ ആയിപ്പോവും. അപ്പോൾ ഹൈ ഫ്ലെയിം ആയിരിക്കും ഇതിന് നല്ലത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ചൂടായി ഒന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പും കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ പച്ചക്കറി ഒന്നും കൂടുതലായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഏകദേശം അത് 200 ഗ്രാമോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടത് സോസാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. സോസെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണം. ഞാൻ മസാല കുറച്ച് കൂടുതൽ തന്നെ ആക്കിനി. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഈ ഒരു മസാല വെച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് ആക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോയും കൂടി കാണണം. ഇപ്പോൾ മസാല ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 പിടി സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയിട്ടെടുക്കുക. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പാലാണ്. ആ ഒരു ഗ്ലാസ് നിറച്ചും പാലും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 3/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പും കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ബാറ്ററില്ലേ, അതിന് നേരെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മസാല ഇടുമ്പോൾ നേരെ അടിയിലേക്ക് പോകില്ലേ, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഫില്ലാകുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്കി വന്ന മാവില്ലേ, അതും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നല്ലൊരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയം കൊണ്ട് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഇതിനിടയിൽ ഞാൻ പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നേരിട്ട് തീ തട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ലോണം പൊന്തി വന്നിന്. ഇനി ഞാനിത് മറ്റൊരു പാനിലേക്ക് ഇട്ട് ചെറുതായൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ആ മേൽഭാഗം ചെറുതായൊന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 2-3 മിനിറ്റ് മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.